കാർത്തിക് ആര്യൻ്റെ അടുത്ത വൻ സംഭവം നാക്സില. ഹൃതിക് സിംഗ് ലംബ സംവിധാനം ചെയ്ത് ധർമ്മ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് വരാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമയാണ്. സിനിമയുടെ ഷൂട്ടൊക്കെ പാക്കപ്പ് ആയിട്ടുണ്ട്. പാക്കപ്പ് ആയിട്ട് നല്ല ഒരു 10 ദിവസം ഷൂട്ട് കൂടി മുംബൈയിൽ ബാക്കിയുണ്ട്. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് 26 മുതൽ സ്റ്റാർട്ട് ചെയ്യും. വലിയ പരിപാടിയാണ്. 200 കോടിക്കടുത്ത് ബഡ്ജറ്റിൽ വരുന്ന വമ്പൻ പരിപാടി, വമ്പൻ സിനിമ, വൻ കാസ്റ്റും ഉണ്ട്. കാർത്തിക് നായകന്മാരുടെ സിനിമയിൽ ശ്രീലീല, റാഷി ഖന്ന, പ്രതിഭ റാന്ത എന്നുള്ളൊരു പേരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവർ ഏതെങ്കിലും ഒരാളെങ്കിലും ഇവരെല്ലാവരും സിനിമയിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ തബു, പുള്ളിക്കാരത്തെ സിനിമയിൽ ഒരു ലീഡ് റോൾ എത്തുന്നുണ്ട്. അത് ഏകദേശം കൺഫേംഡാണ്. പിന്നെ വില്ലൻ വേഷത്തിൽ രവി കിഷനാണ് വരുന്നത്. ഡൽഹിയിൽ മുംബൈയിലായിട്ടാണ് സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും സിനിമയുടെ ചെറിയൊരു സിനോപ്സിസ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നാഗലോകത്ത് നിന്ന് ഒരു നിക്കൂട്ടമായ സർപ്പം ഒരു സാധാരണ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. പിന്നെ ആ ഒരു സാധാരണ മനുഷ്യനെ അത് പിന്തുടർന്ന് പോവാണ്. ഈ പുരാതനമായൊരു ഭീഷണിക്കെതിരെ ഒരു ഹാസ്യ പോരാട്ടത്തിന് തുടക്കപ്പെടുന്നത്. അതായത് നാഗലോകത്ത് നിന്നൊരു സർപ്പം ഒരു സാധാരണ മനുഷ്യനെ കണ്ടുമുട്ടി. പിന്നെ അദ്ദേഹത്തിനൊപ്പം കൂടി തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്യുകയാണ്. ഒരു പ്രതികാരത്തിൻ്റെ കഥ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു പിന്തുടരുന്ന കാർത്തിൻ്റെ ഒരു ക്യാരക്ടറിനൊപ്പം ആയിരിക്കും. അത് പ്യാർ ചന്ദ് എന്ന ഒരു ക്യാരക്ടറിനൊപ്പം ആയിരിക്കാം ആ ഒരു നാഗം വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് കൂടുമായിരിക്കാം. അതാണ് ഫസ്റ്റ് പറയുന്ന സിനോപ്സിസ്. നമുക്ക് മറ്റു നോക്കാം. ഒരു പുരാതന ക്ഷേത്രത്തിൽ പുരാവസ്തു ഗവേഷണത്തിനിടയിൽ ഉറങ്ങി കിടക്കുന്ന ഒരു ശക്തിയെ തടസ്സപ്പെടുത്തുകയാണ്. അത് നാക്സില എന്ന് പറയുന്ന ശക്തിയെ ആ ഒരു സങ്കര ദൈവം മൃഗം എന്നാണ് പറയുന്നത്. അത് ലോകത്തിലേക്ക് അഴിച്ചുവിടപ്പെടുന്നു. അതുപോലെ പ്യാർ ചന്ദ് എന്നൊരു അതായത് യഥാർത്ഥ ഒരു ലോകത്തിലെ കുഴപ്പങ്ങളിലൂടെ കടന്നുപോയി മറിഞ്ഞിരിക്കുന്ന ഒരു ഗോത്രത്തെ സംരക്ഷിക്കുകയും ജനതിക മാറ്റം വരുത്തി ഈ ഭീകര സർപ്പത്തെ നേരിടുകയും വേണം. അതായത് പ്യാർ ചന്ദ് നമ്മുടെ ഹീറോ ക്യാരക്ടർ ഈ ഒരു പാമ്പിനെതിരെ പോരാടുകയും അക്രമങ്ങളെ നേരിടുകയും വേണം. പുരാതന ഇതിഹാസത്തിൻ്റെയും ആധുനിക ഭ്രാന്തിൻ്റെയും മിശ്രിതമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ഈ സിനിമ ചിത്രമായ ബുദ്ധിശാന്തിയുടെയും അതിരുകടന്ന ആക്ഷൻ്റെയും സമകാലിക സമർപ്പത്തിൻ്റെയും ഒരു പോരാട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതാണ് അടുത്തൊരു സിനോപ്സിസ്. ഇതിലൊന്നിലും കാർത്തികാരൻ്റെ ഒരു ക്യാരക്ടർ ഒരു നാഗമാണെന്ന് പറയുന്നില്ല. പക്ഷേ അവർ തികന്നതിലൊക്കെ പറഞ്ഞേക്കിൽ വെച്ചിട്ട് കാർത്തികാരൻ്റെ ക്യാരക്ടർ തന്നെ ഒരു നാഗമായിട്ടെന്നാണ് പറയുന്നത്. സിനോപ്സിസിലൊക്കെ മറ്റൊരു കഥയാണ് പറയുന്നത്. നമുക്കിനി അറിയില്ല പടം വരുമ്പോൾ ഏത് ലെവലായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇവർ പറയുന്നിട്ട് ഇരിക്കാനേ വയ്ക്കൂ. ഇവർ ഏത് ലെവലാണ് അവർ ചെയ്ത് വരിക എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും അതങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി തന്നെ ചെയ്യട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും ബോളിവുഡിൽ നിന്ന് ദുരന്തർ 2-ന് ശേഷം ഈ കൊല്ലം വരുന്ന ഒരു വലിയ സിനിമയാണ് നാക്സില. നാട്ടിലൊക്കെ പെഹലാക്കാത്തൊരു നാഗസർപ്പമായിട്ട് കർത്തിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതായത് 10 ദിവസം ഷെഡ്യൂളോടി മുംബൈയിലുള്ളൂ. അതിപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് പുറത്ത് വരാൻ തുടങ്ങും. ഫസ്റ്റ് ലുക്ക്, ടീസർ, അങ്ങനെ ഓരോന്നായിട്ട് വരും. എന്നാലും ഓഗസ്റ്റ് 14 വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുന്ന പരിപാടിയാണ്. വേൾഡ് വൈഡുള്ള സിനിമയ്ക്ക് ഇന്ത്യയിൽ മാത്രമേ റിലീസുള്ളൂ. ഇനിയിപ്പോൾ അടുത്തെത്തുമ്പോൾ നമുക്ക് ഏത് ലെവലിൽ വരുന്ന അറിയത്തില്ല. ഓഗസ്റ്റ് 14 നമ്മുടെ നാഗപഞ്ചമി ദിവസമാണ്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇത് പ്രമാണിച്ചാണ് സിനിമ റിലീസ് പറയുന്നത്. ഈ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ വളരെ നടന്നു വരുന്നതാണ്. VFX ഒരു കുറച്ചിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് പറഞ്ഞു സിനിമ സമ്മർ റിലീസ് ചെയ്യാമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ VFXൻ്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താതെ ചെയ്യാമെന്നാണ് സിനിമ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു ഡയറക്ടറിൻ്റെ വലിയ ആവശ്യം. ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് ആയിരിക്കും കാർത്തികിൻ്റെ. ബോക്സ് ഓഫീസ് പവർ എന്താണെന്നുള്ള ബുൽബുൽ 3 നമ്മൾ കണ്ടതാണ്. വേൾഡ് വൈഡ് സിനിമ 400 കോടിക്ക് മുകളിൽ തൂക്കി. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കൊലത്തൂക്കായിരിക്കും ഈ ഒരു പടം. സിനിമ നായികമാരുടെ അനൗൺസ്മെൻറ്റ് പുറത്തു വരാൻ പോകുന്നു എന്ന റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും സീരിയൽ ഏകദേശം കൺഫേംഡ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ഏതെങ്കിലും വലിയ സ്റ്റാർസ് പടത്തിലുണ്ടാവാം. ഓഗസ്റ്റ് 14 പടം വരും. പോസിറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ 1000 കോടിയായിരിക്കും പടം. അപ്പോൾ നാക്സിൽ ഇതൊരു യൂണിവേഴ്സ് ആക്കാനുള്ള പരിപാടിയാണ് സംവിധായകന്. ഏതായാലും വരട്ടെ. പക്ഷേ ഒരു വമ്പ ഹിറ്റായിരിക്കും. ഒരു ക്രിയേച്ചർ കോമഡി അഡ്വഞ്ചർ പടമാണ്. പടത്തിന് ഓരോ അപ്ഡേറ്റ്സും പെട്ടന്ന് വരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാഗന്യൊക്കെ ആയിട്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ ആക്ടേഴ്സൊക്കെ സിനിമയിൽ വരുന്നത്. ഇവരൊക്കെ എന്തായാലും ഒന്നിൽ കൂടുതൽ നായകന്മാരുടെ സിനിമയിലുണ്ട്. നാഗങ്ങളായിട്ട് തന്നെയാണ് അവരൊക്കെ വരുന്നത് തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ ഈ ചിത്രത്തിലൊരു പക്ക കൊമേഴ്ഷ്യൽ ഡാൻസ് നമ്പറുണ്ട്. ശ്രീലീലയുടെ വേഗതയുടെ ഡാൻസ് എപ്പോഴും കാർത്തിക്കിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലും ഒത്തുചേർന്ന ഒരു മാസ് പാട്ടായിരിക്കും അത് എന്ന് പറയുന്നു. ജൂലൈയിലൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ഒരു ഫ്രഷ് കോമ നമുക്ക് കാണാം. കിടിലം പാട്ടുകളും പിന്നെ പടത്തിൽ മ്യൂസിക് ചെയ്യുന്ന അനിരുദ്ധ് രവിചന്ദ്ര ആണെന്ന റൂറുകളും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അളിയാ നിന്നങ്ങ് അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറും പവർ. എപ്പോഴല്ല, അത് പണ്ടേ പവറാണ്. അപ്പോൾ അതാ പുള്ളി ഓരോന്നരൊക്കെ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോളിവുഡിലും ഒരു കത്തിക്കൽ നമുക്ക് കാണാം. എന്തായാലും പടം വരട്ട്. പിന്നെ 1000-600 കൊല്ലം ജീവിച്ചു വരുന്ന ഒരു എന്താ പറയുക, ഒരു നാഗകന്യകന്, ഒരു നാഗസർപ്പമാണ് കാർത്തികാരൻ ഈ സിനിമയിൽ എത്തുന്നത്. അങ്ങനത്തെ ഒരു നാഗസർപ്പമായിട്ടാണ് കാർത്തികാരൻ ക്യാരക്ടർ സിനിമയിൽ എത്തുന്നത് എന്ന റൂമറുകളും ഉണ്ട്. അങ്ങനെ പല റൂമറുകളും പല സിനോപ്സിസും കേൾക്കുന്നുണ്ട്. ഏതാണ് സത്യം പറഞ്ഞാൽ നമുക്കും അറിയത്തില്ല. എന്നാലും പടം വരുമ്പോൾ വായിക്കാറ് പല റെക്കോർഡും തകർക്കുന്ന ശേഷിയുള്ള സിനിമയാണ്. എന്തായാലും വന്നൊരു 1000 കോടി കൊണ്ടായിക്കോട്ടെ. ബോളിവുഡ് നെക്സ്റ്റ് 1000 കോടി കിട്ടിയിട്ട് അതിന് തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് പറ്റിയ കട്ടക്ക് വെയിറ്റിംഗ് ആണ്. ഞാനടക്കം പലവരും, അത് കാർത്തികാരൻ ഫാൻസ് നല്ല രീതിയിൽ കാത്തിരിക്കുക. ഒരു പടത്തിന് വേണ്ടിയിട്ട് അമ്മാതിരി പരിപാടിയാണ് വരുന്നത്.
അപ്പോൾ എന്തായാലും വരട്ടെ, കാത്തിരിക്കുക, ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, മറക്കല്ലേ.